ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ്. ഒരുപാട് നാളെ നമ്മുടെ ചാനലിൽ ട്രാവൽ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇന്ന് വേറെടുത്തുമല്ല, നമ്മൾ നെയ്യാർ ഡാമിലോട്ടാണ് പോകുന്ന. അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അകത്തോട്ട് പോവാം. അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന ഒരു ക്യാഷ് കൊണ്ടുവരാൻ നോക്കണം. ഇവിടെ ഗൂഗിൾ പേ ഇല്ല. അപ്പം കഴിവതും ക്യാഷ് കൊണ്ടുവരാൻ നോക്കിയാൽ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പോവാം. കയറി വരുമ്പം തന്നെ ഇടത് സൈഡിലോട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തേരിയാണ്. അപ്പം ഞാൻ പോയ സമയത്ത് വെയിൽ കുറവായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു നടക്കാനൊക്കെ. അപ്പം ഞാൻ അധികം ക്ഷീണിച്ചൊന്നുമില്ല. വെയിൽ കുറവായതുകൊണ്ട് ഇങ്ങനെ നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റി. സൈഡ് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഇതുപോലെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി ഫ്രണ്ട്സ്. ഇതാണ് ഇങ്ങനെ നടന്ന് അവസാനം എൻ്റെ മണ്ടയിലെത്തി. താഴെ നടന്ന് ഇത്രയും മണ്ടയെ കയറി ഇവിടെ വന്നിട്ട് തിരിച്ച് താഴോട്ട് നോക്കണം. ആവുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ? നല്ല പൊളി ഫീലാണ്. നല്ല ക്ലൈമറ്റും ആയിരുന്നു ഞാൻ എന്ന സമയത്ത്. അപ്പം നല്ല രസമാണ് കേട്ടോ. ഇപ്പം ഈ പാലം അങ്ങ് അപ്പുറത്ത് ചെല്ലുന്നത് ചീങ്കണ്ണി പാർക്കിലോട്ടുള്ള ചീങ്കണ്ണി പാർക്കിൽ പോകാം. പിന്നെ ബോട്ട് സഫാരി, അങ്ങോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് താഴെ നിന്നുള്ള, അതായത് മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വിഷ്വൽസ് കിടിലമാണ് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് നോക്കുമ്പോൾ അറിയാം. നല്ല ഫീലാണ്. പിന്നെ കാറ്റും നല്ല രസമാണ്. ഇത് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എല്ലാവരുമായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ആ പാലമൊക്കെ നടന്ന് ഇപ്പുറ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട പോലെ ഈ ലൈറ്റ് ഹൗസും, പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഐസ്ക്രീം കുടിക്കുന്നവരാണെങ്കിൽ കുടിക്കാനുള്ള ഇവിടെ ഐസ്ക്രീം വാങ്ങിച്ച് അതും കുടിക്കാം. കുടിച്ചിട്ട് വേണമെങ്കിൽ ലൈറ്റ് ഹൗസിലൊക്കെ ഇരുന്ന് അതൊക്കെ പതിയെയൊക്കെ ആസ്വദിച്ച് പതിയെ നടന്ന് ഇതുവഴി വന്നു കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമ്മൾ ചിങ്കണി പാർക്കിലോട്ട് പോകുന്നത്. അപ്പുറത്തോട്ട് തന്നെ ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഈ പോകുന്ന വഴി തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. 2 സൈഡും മരങ്ങളും, അതായത് വെയിൽ കുറവാണ്. അപ്പം നിങ്ങൾക്ക് പതിയെ നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാം. നടന്ന് കുറച്ചങ്ങ് ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്താണ് ബാക്കി ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളങ്ങനെ നടന്ന് ഇപ്പുറത്തെത്തി. അപ്പോൾ ഇവിടെയാണ് ബാക്കി ബോട്ട് സഫാരിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നിങ്ങൾ വിഷ്വൽസൊക്കെ കാണുന്ന പോലെ ഇവിടെ ഇതേപോലെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് സഫാരിയൊക്കെ ചെയ്യാം. അപ്പം ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം ഈ റൈറ്റ് സൈഡിലാണ്. അതായത് ഇവിടെയാണ്, ഇതിൻ്റെ മേളിലാണ് ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ മാത്രമേ പ്രശ്നമുള്ളൂ, മേളിൽ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ മേളിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ നടന്ന് പോവുകയാണ്. നടന്ന് പോകുമ്പം തന്നെ ഇടത് സൈഡിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ നക്ഷത്ര വനം എന്നൊക്കെ എഴുതിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജന്മനക്ഷത്രം വെച്ച് ഏത് മരമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അങ്ങനെ ഞങ്ങൾ ചീങ്കണ്ണി പാർക്കിലെത്തി. ഇനി അകത്ത് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ചീങ്കണ്ണി പാർക്കൊക്കെ കണ്ട് തിരിച്ചങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം മേളിൽ നിന്ന് നോക്കിയതുപോലെയാണ്. ഇനി താഴെയും തിരിച്ചിറങ്ങിപ്പോകണം. ഇറങ്ങാൻ നല്ല രസമാണ്. അപ്പം കയറണ പോലെ അത്ര പാടില്ല, തിരിച്ചിറങ്ങാൻ സുഖമായിട്ട് ഇറങ്ങി പോവാം. പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നോക്കിക്കോണം. അപ്പോൾ സൈഡിൽ ചെറുതായിട്ടൊക്കെ ഇളകി ഇരിപ്പുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങാൻ നോക്കുക. അങ്ങനെ താഴെ വരുമ്പം കാണുന്ന ഈ വെള്ളച്ചാട്ടമാണ്. അതായത് മഴയുള്ള ടൈം ആയതുകൊണ്ട് ഇപ്പം ഷട്ടർ അവർ തുറന്നു വിട്ടു. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. അവിടെ നിന്ന് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം. പയ്യന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഇതേപോലെ പിക്ചറൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. അതായത് 2-3 വർഷം മുമ്പൊന്നും ഇത് ഞാൻ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് ഇതൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാം. അത് പെയ്ഡാണ്. അവരത് പറഞ്ഞാൽ മതി. ക്യാമറയ്ക്ക് ഒരു പൈസ ഈട് ചെയ്യും. അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഈ സൈഡിലേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാം. നല്ല രസമാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല കിട്ടുന്ന സ്പോട്ടുകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനോടൊന്ന് ക്ലിക്ക് ചെയ്തേക്കേ.